ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനൂസ് ടോക്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ഹെയർ ബോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് സർക്കിളിലൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. നമുക്കൊരു 2-3 പീസ് സർക്കിൾ ഷേപ്പെങ്കിലും നമുക്ക് വേണം. അപ്പം ഞാൻ കുറേ പീസ് ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നടുക്കൂടൊന്ന് സെമി സർക്കിളായിട്ട് ജസ്റ്റ് ഒരു ഹാഫ് സർക്കിളായിട്ട് കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും എണ്ണത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒരു 4-5 എണ്ണം മതി കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ പെറ്റലാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ ചുരുട്ടുമ്പോൾ ഇങ്ങനെ പശ വെച്ച് ഒട്ടിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫെവി ബോണ്ടിൻ്റെ പശയാണ്. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് പശയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഗ്ലൂ ഗണ്ണാണ് കംഫർട്ടബിൾ എങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പശയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ കൈയൊക്കെ പ്രസ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ ഇളകി പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കുറച്ച് നേരം പിടിച്ചിട്ടിങ്ങനെ ഒട്ടിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പെറ്റൽ നമ്മളിവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ പെറ്റൽ നമ്മളങ്ങനെ ചെയ്തെടുക്കണം. നമുക്ക് ആ ഒരു സെമി സർക്കിളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൈ ഇങ്ങനെ വെച്ച് പിടിച്ചിങ്ങനെ വെച്ചാൽ ഒരു പെറ്റൽ നമ്മുടെ സെറ്റായി കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഞാനിപ്പോൾ ഇന്നലെ ഈ ഒരു പൂവ് ജസ്റ്റ് ഇന്നലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ആ ഉണ്ടാക്കി നോക്കിയ ഫസ്റ്റിനെക്കാട്ടിലും സെക്കൻഡ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേ പെറ്റൽസ് നമ്മളിതൊരു 4-5 പെറ്റൽസ് നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിനും ഞാനിവിടെ ഫെവി ബോണ്ടിൻ്റെ പശയാണ് എടുത്തിരിക്കുന്നത്. സൈഡിൽ ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് പശ തൂത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ആ ഒരു പെറ്റൽ ഉണങ്ങി കിട്ടിയിട്ട് വേണം നമ്മൾ ലാസ്റ്റിൽ പെറ്റൽസ് എല്ലാം ഉണങ്ങി കിട്ടിയിട്ട് വേണം ലാസ്റ്റിൽ നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് വളരെ എളുപ്പമായിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാണും, പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഫോം ഷീറ്റിൻ്റെ റേറ്റ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോം ഷീറ്റിൻ്റെ റേറ്റ് ഏകദേശം ഒരു പീസിന് 14 അപ്പം നമുക്ക് എല്ലാ കടകളിലും മിക്കവാറും ഈ ഫോം ഷീറ്റ് കിട്ടാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെയുള്ള കടകളിലൊക്കെ, സ്റ്റേഷനറി കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ ഫോം ഷീറ്റൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഞാൻ പറഞ്ഞ കടയിൽ, നിങ്ങൾ മോട്ടി എന്ന് പറഞ്ഞ കടയിൽ ജസ്റ്റ് ഒന്ന് അവിടെ എന്തായാലും ഇത് കിട്ടും. അല്ലാതെ നിങ്ങളുടെ അടുത്തുള്ള കടകളിലും ഇതൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് കടകളിലൊക്കെ ചോദിക്കുമ്പോൾ ഗ്ലിറ്ററിൻ്റെ ഫോം ഷീറ്റ് ഉണ്ടോ എന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി. അപ്പം ഇതിൻ്റെ ഗ്ലിറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റ് ഉണ്ട്. അത് ചിലപ്പം കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ ഗ്ലിറ്റർ വെച്ച ഫോം ഷീറ്റ് മിക്കവാറും എല്ലായിടത്തും ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു അറിവെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ പെറ്റൽസ് എല്ലാം ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റിൽ ഈ ഒരു പോർഷനൂടെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ പശ തൂത്തിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ കയ്യിലൊക്കെ പശയൊക്കെ ഒട്ടിയേ നിൽക്കിയിരിക്കും, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സെറ്റായിക്കോളും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അത് സെറ്റായിക്കോളും. ഇനി നമുക്ക് നടുക്കാണെങ്കിൽ ഒരു മുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഹാഫ് ബീഡ്സ് കിട്ടുകയാണെങ്കിൽ, നമ്മൾ ഫുൾ ബീഡ് അല്ലാതെ ഹാഫായിട്ടുള്ള ബീഡ്സ്, ഈ താഴ്വശം പരന്നിരിക്കുന്ന തരത്തിലുള്ള ബീഡ്സ് കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഡിസൈനർ ബീഡ്സ് കിട്ടുകയാണെങ്കിലും അത് നമ്മൾ ഈ ആരി വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന, ബ്ലൗസിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ബീഡ്സ് ഉണ്ടല്ലോ, ആ ബീഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ആ ബീഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു വെള്ള ബീഡ്, വൈറ്റ് ബീഡ് വെക്കുകയാണ്. ഇനി നമുക്ക് ഇലകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗ്രീൻ്റെ ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് കുറച്ച് ഇലയൊക്കെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാവുന്ന രീതിയിൽ ഇല ഇങ്ങനെ വരച്ചെടുക്കുക.
ഞാനിപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇല ഇങ്ങനെ വരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഗൂഗിളിൽ നിന്ന് ക്ലിപ്പ് ആർട്ട് പോലത്തെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇതുപോലെ നമുക്ക് ട്രേസ് ചെയ്തും വരച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഞാനൊരു 3-4 ഇല എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഇലയാണിപ്പം എടുക്കുന്നത്. അതും ജസ്റ്റ് ഇതുപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് 3 കൂടെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല രീതിയിൽ ഒട്ടി കിട്ടിയിട്ട് വേണം നമ്മൾ ആ ഫ്ലവറിനകത്തോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഫ്ലവറിൻ്റെ താഴ്വശത്താണ് ഞാൻ ഈ ഇല വെക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ആട്ടോ എല്ലാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇലകളൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടൊക്കെ വെക്കാം കേട്ടോ. നമുക്ക് മുത്തുകളൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ മുത്തുകളൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പം എനിക്ക് ആ ഒരു ഐഡിയ ഇപ്പോഴാണ് തോന്നിയത്. ഇപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഐഡിയാസൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയും ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല. ഇനി ഞാൻ ഒരു കമ്പിയുടെ ബോയാണ് എടുക്കുന്നത്. അപ്പോൾ അതും മിക്കവാറും ഉള്ള എല്ലാ ഈ ജ്വല്ലറീസൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ പ്ലെയിനായിട്ടുള്ള ഹെയർ ബോസ് ഒക്കെ കിട്ടും. അപ്പോൾ കമ്പിയുടെ ഹെയർ ബോസ് ഒക്കെ അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചപ്പോൾ ബ്ലാക്ക് സ്റ്റീലിൻ്റെ ഹെയർ ബോ എനിക്ക് കിട്ടി. പക്ഷേ ബാക്കി ഗോൾഡൻ കളറിലെ ഹെയർ ബോസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ ബോസ് ഒന്നും ഇല്ല. അല്ല ഇതുപോലത്തെയൊക്കെ മിക്കവാറും എല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പോൾ നല്ലപോലെ പശയൊന്ന് തേച്ച് കൊടുത്തിട്ട് ഞാൻ ആ ഒരു പൂവ് ജസ്റ്റ് അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടത്തുള്ളൂ. കൈ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഹെയർ ബോ ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഹെയർ ബോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഹെയർ ബോ 2-3 ഹെയർ ബോസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 2 ഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതുപോലെ ഹെയർ ബോസ് ഒക്കെ നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആവുന്നതും വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.